എയറിലായി ദൃശ്യം 3. തിയേറ്ററിൽ വിജയമായിരുന്നെങ്കിലും OTT റിലീസിന് പിന്നാലെ ട്രോളിന്റെ പൂരമാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ ദൃശ്യം 3ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3യിലെ ചെറിയ കാര്യം പോലും ട്രോളിന് ഇരയായിരിക്കുകയാണ്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് മുതൽ മേക്കിംഗ്, പെർഫോമൻസ്, കാസ്റ്റിംഗ് തുടങ്ങിയ എല്ലാ ട്രോളുകളും വാരിക്കൂട്ടുകയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം OTTയിൽ എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓരോ സംഭവങ്ങളും ഇഴകീറി വിമർശിക്കുന്നവരും കുറവല്ല. ദൃശ്യം 3യിൽ മണ്ടത്തരങ്ങൾ ഒരുപാടുണ്ടെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. IG ഗീതാ പ്രഭാകർ ഉണ്ടാക്കിയത് ചില്ലറ നഷ്ടം വല്ലതുമാണോ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. ജോർജ് കുട്ടിയുടെ അയൽപ്പക്കത്തെ വസ്തു വാങ്ങി പൈസ പൊട്ടിച്ചു. ആദ്യത്തെ തവണ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നതിന്റെയും പോയതിന്റെയും ചിലവ്, പോലീസ് സ്റ്റേഷൻ കുഴിച്ചത് തിരിച്ച് ശരിയാക്കിച്ചതിന്റെ പൈസ, ബിസിനസ് പൊട്ടിയ അവർക്ക് പൈസ കൊടുത്ത് കുറെ പൈസ കളഞ്ഞു, സഹോദരന്റെ ഫുൾ ചെലവ്, വീണയുടെ ചെലവ്, അഭിരയ്ക്ക് നാടുവിടാൻ ചെലവാക്കിയ പൈസ, രണ്ടാമതും പ്രഭാകർ ഇന്ത്യയിലേക്ക് വന്നതിന്റെ ടിക്കറ്റ് ചെലവ്, ബ്രോക്കർമാർക്ക് കൊടുത്ത പൈസ വേറെ, കേസ് നടത്തുന്ന ചെലവ് എന്നാണ് ഒരാളുടെ കണ്ടെത്തൽ. ദൃശ്യം 3യിൽ കല്യാൺ ജ്വല്ലറിയുടെ പരസ്യം ചെയ്ത പോലെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിന്റെ പരസ്യം കൂടി ഉൾപ്പെടുത്താമായിരുന്നു. സഹദേവന്റെ കഥാപാത്രത്തിന്റെ ലുക്ക് പങ്കുവച്ച് ഒരാൾ കുറിച്ചത് ഇങ്ങനെയാണ്: സ്വന്തം മോള് വലിയൊരു ട്രോമയിൽ നിന്ന് കരകയറി വന്നപ്പോൾ വീണ്ടും ഒരു ട്രോമ കൂടി കൊടുത്ത ജോർജ് കുട്ടി ശരിക്കും ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി തന്നെയാണെന്ന് ദൃശ്യം 3യിലൂടെ കാണിച്ചു തന്നുവെന്നും ചിലർ കുറിക്കുന്നുണ്ട്. അന്നേ ആ കൊലക്കുറ്റം സംബന്ധിച്ച് ജയിലിൽ പോയിരുന്നെങ്കിൽ സ്വയരക്ഷ, അവിവാഹിത എന്നൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ച് ഒരു 5 വർഷം അകത്ത് കിടന്നാൽ തീരുമായിരുന്നു. ഇനി ആ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല എങ്കിൽ കൂടിപ്പോയാൽ 12 വർഷം. ഈ കൊല്ലം ദൃശ്യം 3 ഇറക്കുന്നതിന് പകരം ഇവൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാമായിരുന്നു. ഇതിപ്പോൾ ജീവിതകാലം മുഴുവനുള്ള ഡിപ്രഷനുമായി, പോലീസ് പേടിയുമായി, കല്യാണവും നടക്കുന്നില്ല, ഒടുക്കം ICUയിലുമായി എന്ന് ചിലർ കുറിക്കുന്നു. ആദ്യമായിട്ടാണ് മലയാളത്തിൽ 200 കോടി നേടിയ ചിത്രം ഇത്ര വലിയ ട്രോൾ മെറ്റീരിയലാകുന്നത്. ലോജിക്കില്ലായ്മ മുഴച്ചു നിൽക്കുന്ന സ്ക്രിപ്റ്റും ജിത്തു ജോസഫ് ഒരിക്കലും കൈവിടാത്ത സീരിയൽ ലെവൽ മേക്കിങ്ങുമെല്ലാം ട്രോളന്മാർ ആഘോഷിക്കുകയാണ്.